എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ബോട്ടിൽ ഗാർഡൻ ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാനിവിടെ എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ബിയർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഓൾറെഡി ഒരു കളർ ഉള്ളത് കൊണ്ട് അത് പെയിൻറ്റ് ചെയ്യോ ഡിസൈൻ ചെയ്യോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു റിംഗ് ആണ് ആവശ്യമുള്ളത്. ഈ റിംഗ് ഞാനിപ്പോൾ പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ റിങ്ങിൽ നിങ്ങൾക്ക് പെയിൻറ്റ് അടിച്ചിട്ടോ അതല്ലെങ്കിൽ കയറൊക്കെ ചുറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഈ റിംഗ് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഇതേപോലത്തെ അലുമിനിയം കമ്പിയാണ് വേണ്ടത്. കെട്ടുകമ്പി എന്നൊക്കെ പറയുന്ന ഈ ഒരു കമ്പി, ഇത് മൂന്നുമാണ് നമ്മുടെ ഇന്നത്തെ ഗാർഡന് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ കെട്ടുകമ്പി ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് നമുക്ക് ഈ ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിൽ ഇതേപോലെ ഒന്ന് റൗണ്ടായിട്ട് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു പ്ലെയറൊക്കെ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ കമ്പി ഇങ്ങനെ കെട്ടിയിട്ട് ഇത് നമ്മുടെ ആ റിങ്ങിലേക്ക് ഒന്ന് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ഈ അലുമിനിയം കമ്പി ഇങ്ങനെ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ബോട്ടിൽ ഇതേപോലെ അല്ലാതെ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കയറൊക്കെ ചുറ്റിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന റിങ്ങിന് യോജിച്ച രീതിയിൽ ത്രെഡൊക്കെ ചുറ്റിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബോട്ടിൽ ഇതേപോലെ ഈ റിങ്ങിൽ ആ കമ്പി വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കമ്പി ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിൽ അതിനകത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. റിങ്ങിലേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ നിന്നോളും. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബോട്ടിൽ വെച്ചു നമ്മൾ 2 ബോട്ടിലും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചെറിയ കഷ്ണം പീസ് കമ്പി എടുത്ത് മുറിച്ചിട്ട് ഇതേപോലെ ഈ നമ്മൾ ഇപ്പോൾ കെട്ടിക്കൊടുത്ത 2 ബോട്ടിലിനെയും ഒന്ന് ജോയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഊർന്ന് പോയി തെന്നി കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പീസ് കമ്പിയും കൂടെ ഇവിടെ വെച്ച് ഇത് ഈ ബോട്ടിലൊന്ന് ടൈറ്റ് ചെയ്ത് നിർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ബോട്ടിൽ ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ 3ാമത്തെ ബോട്ടിൽ കമ്പി കുറച്ച് ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇടുമ്പോഴാണല്ലോ കുറച്ച് ഭംഗിയെന്ന് വിചാരിച്ച് നമ്മൾ അതും കൂടെ ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ ഭിത്തിയിൽ ഒരു ആണി അടിച്ച് അവിടെ തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആണി അടിച്ച് റിങ് തൂക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലേക്ക് കുറച്ച് വെള്ളം നിറച്ച് കൊടുക്കാം. നമ്മൾ ഈ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് ഇതിൽ പ്ലാന്റ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും വീട്ടിൽ കിട്ടുന്ന ഗോൾഡൻ പോത്തോസാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ ഗാർഡൻ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗാർഡൻ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നിങ്ങളുടെ വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന, എളുപ്പത്തിൽ ചെയ്ത് നോക്കാവുന്ന ഒരു ബോട്ടിൽ ഗാർഡനാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.